A sharp deviation from the truth. ഇവിടെ നടന്ന ലഹളകളെ കുറിച്ച് കമ്മീഷണർ ശങ്കർ മേലാവിലേക്ക് അയച്ച റിപ്പോർട്ട് വായിച്ചാൽ അങ്ങനെ തോന്നുന്നു. And it's a shame on the police. Hey, don't get snapped. പ്രസാദ്, ഈ IAS-ഉം IPS-ഉം തമ്മിലുള്ള ബന്ധത്തിന് ഒറ്റ ഫ്രൈസിൽ ഒരു വിശേഷണമാവാം. Always at loggerheads. കണ്ടാൽ പരസ്പരം കടിച്ചു കയറുന്ന സ്നേഹം, തീർത്താൽ തീരാത്ത ഈഗോ ക്ലാഷ്. പക്ഷേ ഇൻ ദിസ് കേസ് അതല്ല പ്രശ്നം. പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള കളക്ടറുടെ അത്യുത്സാഹവുമല്ല. തനിക്ക് മനസ്സിലാവുന്നില്ലേ? തെളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷേ വാട്ട്സ് ബ്രൂഡിംഗ് യു എന്ന് സ്വയം ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, the right was pre-planned. സർ, ലഹളയ്ക്ക് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ സോഴ്സ്, കൊല്ലപ്പെട്ടവരിൽ ഇനിയും തിരിച്ചറിയപ്പെട്ടില്ലാത്തവരെ ചുറ്റിപ്പറ്റിയുള്ള മിസ്റ്ററീസ്, ആൻഡ് എബവ് ഓൾ തന്റെ ബോസിന്റെ റിപ്പോർട്ട്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും ഇതിലില്ല, സൂചനകളും സംശയങ്ങളുമില്ല. എല്ലാം തികച്ചും യാദൃച്ഛികമെന്ന് കൈ കഴുകുന്ന cooked up fabricated trash. സത്യങ്ങൾ കുഴിച്ചുമൂടാൻ മനഃപൂർവ്വമായ ഒരു ശ്രമം. ബട്ട് വാട്ട് ദ ഡാം ഫോർ? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടി? Don't you smell a rat somewhere? സർ. Good. കാക്കി വേണോ കളക്ടർ ആവണോ എന്ന് മുൻപെങ്ങോ ഒരു നിമിഷം സംശയിച്ചു പോയതിന്റെ ഹാങ് ഓവർ ആവാം. അല്ലെങ്കിൽ വെടിയേറ്റ് പിടഞ്ഞ 12 മനുഷ്യാത്മാക്കൾ ഇപ്പോഴും എന്റെ ഉറക്കം കെടുത്തുന്നുകൊണ്ടാവാം. കലക്ടർ പരിധികൾ ലംഘിക്കുന്നു എന്ന് തോന്നരുത്, പ്ലീസ്. ഈ ലഹളയ്ക്ക് പിന്നിലെ യഥാർത്ഥ കൾപ്രിറ്റ്സിനെ നമ്മൾ കണ്ടെത്തിയേ തീരൂ. ഐ വാണ്ട് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. അതിന് താൻ എന്നെ സഹായിക്കണം. വെരി മച്ച് സർ. കീപ് യുവർ ഐസ് ഓപ്പൺ. അസ്വാഭാവികമായതെന്തും ആരെക്കുറിച്ചായാലും റിപ്പോർട്ട് മീ. തനിക്ക് എന്നെ വിശ്വസിക്കാം. സർ. എക്സ്ക്യൂസ് മീ സർ. ആ ബാലൻ സർ, പുതിയ അസിസ്റ്റന്റ് കളക്ടറിന്റെ ട്രെയിനിങ് റിപ്പോർട്ടിംഗ് ടൈം കഴിഞ്ഞല്ലോ. നീ എപ്പോഴാണോ കെട്ടിയെടുക്കുക? എനി ന്യൂസ്? എന്നെ കണ്ടിട്ട് എന്താ സ്പിരിറ്റ്സിനെ കണ്ടമാര് ഭയന്നിട്ട്? Now you look like an alien. വേറെ ഏതോ പ്ലാനറ്റിൽ നിന്ന് വന്നതുപോലെ. E.T. കണ്ടിട്ടില്ലേ? The movie Extraterrestrial. You resemble E.T. And you look too sweet. ഹലോ, നമ്മൾ ആരാ മനസ്സിലായില്ലല്ലോ? ചോദിച്ചു കേട്ടില്ലേ ആരാ നിങ്ങള്? First you salute, then talk. ഞാൻ അനുരാ മുഖർജി, നമ്പർ 69 പാർക്ക് സർക്കസ്, കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ. പിന്നെ there is a small tail, ഒരു ചെറിയ വാല്. മിസ് അനുരാ മുഖർജി IAS, അസിസ്റ്റന്റ് കളക്ടർ, അണ്ടർ ട്രെയിനിങ്. That's a good boy. കാറിന്റെ ബൂട്ടിൽ എന്റെ ലഗേജ് ഉണ്ട്, ഒന്നിറക്കി അകത്ത് വെക്കണം. And take care, don't spoil my clothes, okay? സർ. സാർ അല്ല, മാം, മാഡം. ഓ സോറി, ഞാൻ ഓർത്തില്ല. സോറി ട്ടോ. എവിടെ കളക്ടർ സർ? ഈസ് ഹി ഇൻ? അത് സാർ ഓഫീസിലെ. നോ പ്രോബ്സ്, ഐ ഡോണ്ട് മൈൻഡ്, ഐ കൻ വെയിറ്റ്. ആ, എന്റെ ഡ്രസ്സൊക്കെ സൂക്ഷിച്ചോണേ, ശരിക്ക് പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ലവ് സീറ്റി. അല്ലേലും നിങ്ങൾ മലയാളികൾക്ക് ചായ ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇതിപ്പോ എന്റെ അമ്മ ഉണ്ടാക്കണ ചായ പോലെയാ. അയ്യോ ഞാൻ ഹേയ്, ഞാൻ വെറുതെ ഒരു ജോക്ക് അടിച്ചല്ലേ മണി. ഹായ്, നല്ല ചായ കേട്ടോ. എവിടെയാ അമ്മയുടെ സ്ഥലം? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. This house looks so grubby. കേട്ടോ, ഇവിടെ വരുന്നവരൊക്കെ പറയുന്നുണ്ടാവൂലേ. It suits my taste anyway. ഈ കളക്ടറുടെ ഫാമിലി ഒന്നുമില്ല ഇവിടെ? അത് ബാച്ചിലറാ.
Oh yes, I was told. അരെ വാ, ജോസഫ് അലക്സ്, ക്രോണിക് ബാച്ചിലർ. കോളേജ് ഡേയ്സിലെങ്ങാനും ആരെങ്കിലും പെമ്പിള്ളേര് കളിപ്പിച്ചിട്ടുണ്ടാവും പാവത്തിനല്ലേ? അയ്യോ അതല്ല, അമ്മച്ചി ആലോചിക്കുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, ഏർലി ദി ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ ഈ ബാച്ചിലേഴ്സ് ആണുങ്ങളൊക്കെ ഭയങ്കര ചൂടാ. They keep on nagging you. സത്യത്തിൽ ഈ കളക്ടേഴ്സ് ബംഗ്ലാവ്സ് ഒക്കെ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്യണം. എന്തൊരു ചൂടാ. എന്താടോ ഇത്? ആരാ ഈ? അത് സർ, മാഡം. മാഡം? വാട്ട് ബ്ലഡി? My goodness. Look what you have done to my clothes. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ സൂക്ഷിച്ച്. And who the bloody freak are you? Oh God. I asked you, who the freak are you to order things around here? Sir, I am Anura Mukherjee, Assistant Collector. I'm sorry, sir. നോക്കി നിൽക്കാതെ എടുത്ത് മാറ്റണം. സർ. Sir, I'm sorry, Shut up. sir. ഒന്ന് help you, please. മണി, ഓ Please. Hey. Oh. സുദേവൻ, ജോസഫ് അലക്സ്. അസിസ്റ്റന്റ് കളക്ടർ അക്കോമഡേഷന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഷീസ് ഹിയർ. ഇന്നൊരു ദിവസത്തെ ഗസ്റ്റ് ഹൗസിൽ. പിന്നെ ഗെറ്റ് ഹിയർ ക്വാർട്ടേഴ്സ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, യു വെയിറ്റ് ദേർ. Sorry for the show, sir. ട്രിവാൻഡ്രത്ത് പുതിയ ബാച്ചിന്റെ ഗെറ്റ് ടുഗദറിന് യു കുഡന്റ് മേക്ക് ഇറ്റ് അല്ലേ? ഐ മീൻ ഇവിടെ റൈറ്റ്സും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അവിടെ പ്രൊബേഷണേഴ്സിന്റെ ഇൻഫോർമൽ ചാറ്റ്സിലൊക്കെ യു ആർ ദി ടോപ്പിക്. rather focus. That's your backbone. The fiber of your spine. ശരിക്കും ഗോസിപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ മിനിസ്റ്ററുമായിട്ട് വഴക്കുണ്ടായതും പിന്നെ Sit decently and put your dress properly. IAS training manual copy ഉണ്ടോ കയ്യിൽ? Sir. Get it then. Turn to page 6. Chapter 2, Clause 6. വായിക്കണം. Immediately on completion of the training at the state headquarters, the probationers will proceed to the district headquarters and they are not entitled to joining time other than transit time for proceeding to the district headquarters. ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ തലസ്ഥാനത്ത് നിന്നും ജില്ലാ ആസ്ഥാനത്തേക്കുള്ള യാത്രാ സമയം ഇവിടെ എത്തി ജോയിൻ ചെയ്യാൻ അതിലേറെ വൈകിക്കൂടാ. അതാണ് ചട്ടം. And tell me, why the bloody hell are you late to report? സോറി സർ, ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടം വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് നാട്ടിലൊക്കെ ഒന്ന് കറങ്ങി വരാലോ എന്ന് കരുതിയിട്ട്. പ്ലഷർ ട്രിപ്പ് അല്ലേ? ടു ബി ഫ്രാങ്ക്, യെസ് സർ. പേരിന്റെ അറ്റത്തൊരു മുഖർജി ഉണ്ടെങ്കിലും ഐ എം ഹാഫ് കേരളൈറ്റ് സർ. അച്ഛൻ ബംഗാളിയാണെന്നേ ഉള്ളൂ. സോ ഈ നാടിനോടൊരു വല്ലാത്ത ഫാൻസി ഉണ്ട് സർ. സ്ഥലങ്ങളൊക്കെ പണ്ടെന്നോ കുഞ്ഞുനാളിൽ കണ്ടൊരു ഓർമ്മയേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ. മണി, സാധനങ്ങളൊക്കെ എടുത്ത് വരെ വണ്ടിയിൽ വെക്കേ. അല്ല സർ, ഞാനിന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ കണ്ട സ്റ്റേ ചെയ്യാം. നോ. ഓ സർ, എനിക്കിവിടെ വേറെ പരിചയങ്ങളൊന്നുമില്ല. യു വോണ്ട് നീഡ് ഇറ്റ്. താമസിക്കാൻ ഗസ്റ്റ് ഹൗസിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് വൈ സർ? ഐ ക്യാൻ. വേണ്ട, തനിക്ക് ഇവിടെ ശരിയാവില്ല. ഇവിടെ ഭയങ്കര ചൂടാണ്. ഫുള്ളി എയർ കണ്ടീഷൻഡ് അല്ല, സൗകര്യങ്ങളില്ല. നിന്നെപ്പോലെ സിറ്റി ലൈഫിന്റെ സ്പീഡും സ്പ്ലെൻഡറും മാത്രം രുചിച്ചറിഞ്ഞിട്ടുള്ള സ്വർഗജാതകളായ IAS കുമാരിമാർക്ക് അന്തി ഉറങ്ങാൻ ഈ വീട് പറ്റില്ല, മതിയാവില്ല. ഗസ്റ്റ് ഹൗസിലാവുമ്പോ അസിസ്റ്റന്റ് കളക്ടറുടെ വിശാലമായ അധികാരം ഉപയോഗിച്ച് ഒരുപക്ഷെ ഒരു AC റൂം തരപ്പെടുത്താൻ കഴിഞ്ഞേക്കും. യു മേ പ്ലീസ് ഗോ നൗ. താങ്ക് യു സർ. വെൽക്കം.
straight hypocrite. Kondan. I hate him. മിസ് മുഖർജി, Oh God. I'm sorry, sir. I mean it. നോ യു ഡോണ്ട് മീൻ ഇറ്റ്. ഇവിടെ വന്ന് കയറിയിട്ടിപ്പോ എന്റെ മുമ്പിൽ ഇത് 5ാമത്തെ തവണയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ താൻ ആ വാക്കുച്ചരിക്കുന്നത്. സോറി, ഐ പിറ്റി യു. ദെൻ നാളെ ബി അറ്റ് ദ ഓഫീസ് ഓൺ ടൈം. മണി സാർ. താൻ കൂടെ ചെല്ല്. എല്ലാം വേണ്ടതുപോലെ ചെയ്യാൻ പറയണം സുദേവനോട്. Sir. I hate you. പറയണം. കണ്ണൂർ ജയിലിൽ 940 തടവുകാലം. കോടതി വിധി 2 വർഷത്തേക്കാണ്. പക്ഷേ ദാ ജയിലിൽ നിന്നുള്ള രേഖയിലെ 9 മാസത്തെ തടവേ കാണുന്നുള്ള കൃഷ്ണേട്ടാ. എന്ത് പറ്റി? അത് കഴിഞ്ഞപ്പോ ജയിലി ആടിയോ? അതൊരു കഥയാണ് മാഷെ. അന്ന് കണ്ടന്റ് സെല്ലിൽ കിടക്കുന്ന രായപ്പൻ നായനാർക്ക് ബീഡി എത്തിച്ചു കൊടുക്കലേ ഞാനും മുയാരം പള്ളി അമ്പും പിന്നെ കടമ്പ കണാരനും കൂടിയാ. അതൊരു സൂത്രപ്പണിയാ. ഒടുവില് വാർത്ത മണം പിടിച്ച് കള്ളി പുറത്തായപ്പോ 3 ആൾക്കും പച്ചവെള്ളം തരണ്ടാന്ന് സാഹിബിന്റെ കൽപ്പന. പോരാത്തതിന് പഴുക്കാച്ചൂരിലുണ്ടുള്ള പ്രയോഗം. ഒടുക്കം സഹി കെട്ടിട്ട് ഞങ്ങള് സെല്ലിന്റെ ഓട് പിടിച്ച് പുറത്ത് ചാടി. മധുര ചാടുന്നതിന് മുമ്പ് പിടി വീണു. പിന്നെ പറയണോ പൂരം, തല്ലി ജീവച്ചവൻ പോലെ ആയപ്പോ 3നെയും കൂടെ ഒരു വണ്ടിയിലെടുത്തിട്ട് കോയമ്പത്തൂർ കഴിച്ച് ബാക്കി ശിക്ഷ അവിടെയാ. ആ കൂട്ടത്തിലുണ്ടാവും കടലാസ്. ചൂടാറുന്നതിന് മുമ്പ് ഇതാ അത് കുടിച്ചോളൂ. സുഖം കോയമ്പത്തൂരായിരുന്നു പക്ഷെ ഇരുപുറം 2 ആള് നിന്നിട്ട് ഈ 2 കൈയും ചവിട്ടി അങ്ങോട്ട് പിടിക്കും. പിന്നെ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കിറുകിറാന്ന് വായിലൊടുന്ന ശബ്ദം. 1, 2 അല്ല മാഷെ, 9 എണ്ണ ചവിട്ടി പിടിച്ചത്. 9 കുറെ കാലം മുമ്പാ ടി.ബി. സാനിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വന്നപ്പോ ചെന്ന് കണ്ടു. പെൻഷൻ കിട്ടണമെങ്കിൽ വേണ്ട, ചികിത്സക്ക് എന്തെങ്കിലും ഒരു തൽക്കാല സഹായം ആവണമെന്ന് അപേക്ഷിച്ചു. അപ്പൊ പകയെ ചിരിച്ചോണ്ട് ചോദിക്കുക, ബ്രിട്ടീഷ് പോലീസ് ഇടിച്ചിട്ട് തന്നെ ആ ചുമയുണ്ടായതെന്ന് തെളിയിക്കാൻ കയ്യില് രേഖ എന്തെങ്കിലും ഉണ്ടാവുമോന്ന്. ആരായിരുന്നു മന്ത്രി മുഖവൻ? ജോൺ വർഗീസ്. ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ അറിയാതെ 2 കണ്ണും നിറഞ്ഞു പോയി. ഏയ്, ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല കൃഷ്ണേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ നമ്മൾ ശരിയാക്കും. മേ കം ഇൻ സർ? യെസ് സർ. അല്ല, താൻ കൃഷ്ണേട്ടനെ കൂട്ടി അസിസ്റ്റന്റ് കളക്ടർ കാണണം. ദാ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ടച്ചിങ് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ ഞാനിതിൽ കുറിച്ചിട്ടുണ്ട്. കൊടുത്താൽ മതി. ഇനിയും വൈകിയാൽ ഞാൻ എത്തുമ്പോൾ മീറ്റിംഗ് കഴിയും. എനിവേ, എനിക്ക് ഇതിന്റെ റഫ് ഡ്രാഫ്റ്റ് നാളെ തന്നെ വേണം, രാവിലെ. ദ ഫസ്റ്റ് തിങ് ഓൺ മൈ ടേബിൾ. സർ. അവരെന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. പുതിയ ആളല്ലേ, ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ സ്പിരിറ്റ് ഉണ്ടാവും മിസ് മുഖർജിക്ക്, അല്ലോ? Oh, my foot. Che. Yes, speaking. Oh God, it's you again. One second.